ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റീസ് നമ്മൾ വിശദമായിട്ട് ഇതിൽ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻടു ടു. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ ചില സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസുകളെ രണ്ടായിട്ട് വിഭജിക്കുക. അതിൽ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഈ ഒരു സെൻറ്റൻസിനെ രണ്ട് സെൻറ്റൻസുകളാക്കി നമ്മൾ മാറ്റി. അതിലെ ഒന്നാമത്തെ സെൻറ്റൻസ് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, അതുപോലെ യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്ത് ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് എഴുതിയ സെൻറ്റൻസ് ആണ് ഫസ്റ്റിൽ തന്നിരിക്കുന്നത്. അതിന് നമ്മൾ വീണ്ടും രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയ ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് സെൻറ്റൻസുകളെയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ് എന്നുള്ളത് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. രണ്ടാമത്തെ സെൻറ്റൻസ്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ അത് നമ്മൾ രണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതുമ്പോൾ യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്, ഇങ്ങനെ രണ്ടാക്കി എഴുതാം. ഇനി മൂന്നാമത്തത്, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഇനി മറ്റൊരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നു, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസ്. തന്നിരിക്കുന്ന പാസേജിലെ സെൻറ്റൻസുകളെ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് ആൻഡ് it liked to explore new places. One day it found a shiny object and decided to take it back to its cozy den. It placed the object on a soft bed of leaves and stared at it with wonder. The raccoon's eyes sparkled and it had discovered a beautiful toy. അപ്പോൾ ഈ ഒരു പാസേജാണ്. ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകളെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. എ ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ്. ഒരു കാട്ടിൽ ഒരു വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു റക്കൂൺ ജീവിച്ചിരുന്നു. ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. അതിന് പുതിയ സ്ഥലങ്ങൾ ഒക്കെ ഇങ്ങനെ കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ്. ഒരു ദിവസം ഒരു തിളങ്ങുന്ന വസ്തു അത് ഈ റക്കൂൺ കണ്ടു. ഇറ്റ് ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഹിസ് കോസി ഡെൻ. അപ്പോൾ തൻ്റെ വീട്ടിലേക്ക് അത് എടുക്കാൻ തീരുമാനിച്ചു. ഇറ്റ് പ്ലേസ് ദ ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്. അതിനെ ഒരു ഇല കൊണ്ടുണ്ടാക്കിയ ഒരു ബെഡിൽ വെച്ചു. ഇറ്റ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ദ റക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ്. അല്ലേ, റക്കൂണിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അത് നല്ല മനോഹരമായ ഒരു കളിപ്പാട്ടമായിരുന്നു, ഒരു ടോയ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്ന പാരഗ്രാഫിലെ ആൻഡ് വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള സെൻറ്റൻസുകളെയൊക്കെ നമ്മൾ ആൻഡ് ഒഴിവാക്കിക്കൊണ്ട് അതിനെ സെപ്പറേറ്റ് സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതൊരു ക്രോസ് വേർഡ് പസിലാണ്. അപ്പോൾ നമ്മളിതിൽ ചിലത് നമ്മൾ നേരെ എഴുതാനുള്ളതുണ്ട്, ചിലത് താഴേക്ക് എഴുതാനുള്ളതുണ്ട്. അപ്പം നേരെ അല്ലെങ്കിൽ എക്രോസ് ആയിട്ട് എഴുതേണ്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 5, 7 നമ്പറിലുള്ളതാണ് വലത്തോട്ട് എഴുതേണ്ടത്. ഒന്നാമത്തെ വാക്ക് സ്വിങ് എന്നാണ്. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുന്നോട്ടും പുറകോട്ടും ആടുക. അപ്പോൾ ഒരു 5 അക്ഷരമുള്ള വാക്കാണ്. ആ വാക്ക് സ്വിങ് ആണ്. അടുത്തത് ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. ഓടുക അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങുക. ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ട് വളരെ വേഗത്തിൽ ഓടുക. അപ്പോൾ സ്കാംബർ. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീയിങ്, കോസി. അപ്പോൾ ഈ നമ്പർ നോക്കിയിട്ട് കൃത്യമായി വലത്തോട്ട് എഴുതുക. ഒന്നാമത്തത് സ്വിങ്, രണ്ടാമത്തത് സ്കാംബർ, ഏഴാമത്തത് കോസി. ഇനി താഴേക്ക്, ടു കവർ ഓർ എൻക്ലോസ് ഇൻ എ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. കടലാസിൽ പൊതിയുക, അല്ലെ ഒരു സോഫ്റ്റ് മെറ്റീരിയലിൽ പൊതിയുക എന്നർത്ഥം വരുന്ന വാക്ക് റാപ്പ്.
അത് 2 നമ്പർ, താഴേക്ക് എഴുതുക. റാപ്പ്. മൂന്നാമത്തത് നസിൽ. റാപ്പ് സംതിങ് ജെന്റ്ലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. മൂക്കുകൊണ്ട് ഉരയ്ക്കുക. അപ്പം നസിൽ എന്നുള്ള വാക്കാണ്. അതുപോലെ സ്കാരി, ഭയപ്പെടുത്തുന്ന. ടോയ്, കളിപ്പാട്ടം. അത് 3 ലെറ്ററുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ നമ്പർ നോക്കിയിട്ട് വലത്തേക്കുള്ളതും താഴേക്കുള്ളതും എഴുതിയാൽ കൃത്യമായിട്ട് നമുക്ക് ഈ ക്രോസ് വേർഡ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.